വീട്ടിൽ നിന്ന് പഴയ സാധനങ്ങളും പഴയ അലമാരിയൊക്കെ അടുക്കി പറക്കി വൃത്തിയാക്കുന്നതിനിടയിൽ കണ്ണിൽപ്പെട്ട ഒരു സാധനമാണ്. ഭൂതം നിധി കാക്കുന്നത് പോലെ പണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സാധനമാണിത്. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഞാനിത് സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു സാധനമാണ്. അത് എന്തരാണെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം, കേട്ടോ. Oh my God. ഒരുപക്ഷെ 2K കിഡ്സിനും ന്യൂ ജനറേഷൻ പിള്ളേർക്കും ഒന്നും ഈ സാധനം എന്താണെന്ന് പോലും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾ 90 കിഡ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇതന്ന് എന്തുമാത്രം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സാധനമാണിത്. ഇത് മേടിക്കാൻ പെടുന്ന പാടിനേക്കാളും വലിയ പാടാണ് ഇത് ഇട്ട് ഒന്ന് കാണാനുള്ളൊരു, ആ കഥ അറിയാനുള്ള, ഈ സിനിമയുടെ കഥ അറിയാനുള്ളൊരു ടെൻഷൻ. അന്ന് കിട്ടുന്ന പൈസ എല്ലാം ചേർത്ത് വെച്ച്, പോക്കറ്റ് മണി തരുന്ന പൈസ ആയാലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന പൈസ ആയാലും എല്ലാ പൈസയും ചേർത്ത് വെച്ച് 15 രൂപയായിരുന്നു ഒരു കാസറ്റിൻ്റെ വില. 15 രൂപയായ ഉടനെ ഓടും. കഥ കേട്ടിട്ട് കാണാൻ കൊതിച്ച സിനിമകളുണ്ട്, പണ്ട് കണ്ടിട്ട് വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ച സിനിമകളുണ്ട്, ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളുണ്ട്. എല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ട് കാണാനൊക്കില്ല. കാണാൻ നമ്മളെ വീട്ടിൽ സീഡിയും കറണ്ടും ഒന്നും ഇല്ലായിരുന്നു. കാണാൻ പിന്നെ സീഡി ഉള്ള വീട്ടിൽ പോകണം, അവരെ കയ്യും കാലും പിടിക്കണം, അവരെ അനിഷ്ടത്തോടെ മുഖം കറുത്തുകൊണ്ടായാലും അവരവസാനം ഇട്ട് തരും. അതെങ്ങനെയെങ്കിലും കണ്ട് തീർക്കണം. അതൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക്കായ മൊമെൻറ്റുകളായിരുന്നു അന്ന്. ഇന്നത്തെ പിള്ളേർക്ക് മൊബൈലിൽ ഞെക്കുമ്പോൾ 3 ഞെക്ക് ഞെക്കിയാൽ മതി, ഏത് സിനിമയും വരും. ഇന്നത്തെ 2K കിഡ്സിനും 20 കിഡ്സിനും ഒന്നും ഇതിൻ്റെ വില അറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരുപാട് വിലയുള്ളൊരു സാധനങ്ങളായിരുന്നു ഇത്. ഒരുപാട് നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന് കണ്ട് തീർത്ത സിനിമകളാണ് ഇതിൽ കാണുന്നതെല്ലാം. അന്ന് ഈ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട്. അന്ന് നമ്മളൊരു സിനിമ കാണുന്നത് നമ്മുടെ എല്ലാ റിലേറ്റീവ്സും, 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായം ചെന്ന എല്ലാവരും, കുട്ടികളും എല്ലാ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഒരു സിനിമ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ കാണുന്ന സിനിമകളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല.